വെൽക്കം ടു ഹുബ്ബള്ളി ഗൈസ്. അതെ, ഞാനിപ്പോൾ ഉള്ളത് ഹുബ്ബള്ളിയിലാണ്. ഞങ്ങളിപ്പോൾ ഹുബ്ബള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഹുബ്ബള്ളിയിലത്തെ വ്ളോഗ് ആയിരിക്കും. ഞാനിപ്പോൾ ഇന്ദിര ഗാജിന മന എന്ന് പറയുന്ന ഒരു ഹുബ്ബള്ളിയിലുള്ള ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, അവിടെയാണ് ഞാൻ ഉള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ നാളെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് സ്റ്റാളുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ. കണ്ടാട അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ പോയിട്ട് ഞാൻ കാണിച്ചിടാം ബാക്കി കാര്യങ്ങളും കൂടി. ഹുബ്ബള്ളിയിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, പോയി നോക്കാൻ തന്നെ ഒരു ഉദ്യാനവനമാണിത്. എൻ്റെ ചാനലിൽ ഈ ഹുബ്ബള്ളിയിൽ തന്നെ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്, അതും കൂടി കാണാം. അതിൽ ഹുബ്ബള്ളിയിലത്തെ ലേക്ക് വ്യൂവിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ഹുബ്ബള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഉദ്യാനവനം അല്ലാണ്ട് ലേക്ക് വ്യൂ, പിന്നെ കൂടാണ്ട് കുറച്ച് സ്തംഭങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ഇങ്ങനെ നടക്കാൻ കുറച്ച് സ്പേസ് ആക്കി വെച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വന്ന് അപ്പോൾ അങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിരിക്കും ആൾക്കാർ ഇവിടെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാണാൻ കുറേ സ്ഥലങ്ങളോ ഒന്നുമില്ല. ഇത് ഹുബ്ബള്ളിത്തെ ಧಾರವಾಡ ಸ್ಮಾರ್ಟ್ ಸಿಟಿ ಅನುದಾನದಲ್ಲಿ ಮುಕ್ತಾಯಗೊಂಡ ಯೋಜನೆಗಳ ಲೋಕಾರ್ಪಣೆ 30/4/2022 ശനിയാഴ്ച ಬೆಳಿಗ್ಗೆയാണ് 11:30. എവിടെ പോയാലും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നൊരു സാധനം. ഓ എനിക്ക് തന്നെ നോക്കിയിട്ട് തല കറങ്ങുന്നുണ്ട്. ചെറിയ സാധനങ്ങളുണ്ട് ഇവിടെ. ഏതേത് വഴിക്കാ പോണ്ടേന്ന് അറിയുന്നില്ല. ഇപ്പൊ ആ വഴിക്ക് പോയി കഴിഞ്ഞാല് ഫുള്ള് ഫ്രൂട്ട്സ് ആണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഫ്രൂട്ട്സ്. हमारा उधर ऐसा नहीं मिलता है. मिलता है स्वीट, इतना ज्यादा वैरायटी नहीं मिलता है. इधर धारवाड़ में भी मैं देखा ज्यादा है, इधर भी ज्यादा है.
അങ്ങനെ ഞങ്ങൾ ഹുബ്ബള്ളിനെ വലിയ ഒരു ടൗണൊക്കെ ചുറ്റിക്കറങ്ങി മുഖം കണ്ട കറുത്ത് കരിമത്സ്യത്തെ ചൂട് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് നിങ്ങളൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവുള്ളൂ. ഒരു ട്രാവൽ വ്ളോഗർ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം കഷ്ടമുണ്ട് എന്നുള്ളത് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ നിങ്ങൾ ചെയ്തൊക്കെ. പിന്നെ എന്താ പറയുക, ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടുന്ന് എത്ര മണിക്കാണ് ട്രെയിനൊന്നും അറിയില്ല. അവിടെ പോയി നോക്കും. ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ട്രെയിനിൽ പോകും, അല്ലെങ്കിൽ ബസ്സിൽ പോകും. ബോർഡ് കാണിച്ചതാ. ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി, അതായത് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനുള്ളത്. വേൾഡിൽ ഏറ്റവും വലിയ ലെങ്തി ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മളുടെ ഹുബ്ബള്ളിയിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഞാനിപ്പോൾ ഹുബ്ബള്ളിത്തെ വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഹുബ്ബള്ളിത്തെ എല്ലാ വീഡിയോസും ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ എനിക്കിപ്പോൾ 9 o'clock ട്രെയിൻ ഉള്ളത് കേട്ടോ. ഞാനപ്പോൾ തിരിച്ച് കൂർഗിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതന്നെയാണ് ഹുബ്ബള്ളിത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂർഗിലുള്ള അതേപോലെ കർണാടകയിലുള്ള ഒരുപാട് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.